സാഹിത്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ കലാമേഖലയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ വർഷം മുതൽ ഞാൻ സമർപ്പിക്കുന്ന എഴുത്തമ്മ പുരസ്കാരം, അതിൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് അടുത്ത ഈ ഒരു മതിൽ പങ്കിടുന്ന ഒരു സ്കൂളുണ്ട്. അവിടെയായിരുന്നു എൻ്റെ അമ്മ ആദ്യമായിട്ട് ഒരു അധ്യാപികയായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു ഓഡിറ്റോറിയത്തിനേക്കാൾ ഒരു മികച്ച ഓഡിറ്റോറിയം ആ അവാർഡിന് തുടക്കം കുറിക്കാനില്ല. അതും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. എന്താണ് ഇൻഡിവുഡിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാഹിത്യത്തിൻ്റെയും കലയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ അവസാന പെർഫോമൻസ് ഗ്രൗണ്ടാണ് സിനിമ. ഇൻഡിവുഡിൻ്റെ പരമമായ ലക്ഷ്യം തന്നെ ആ സിനിമയെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അക്ഷരം എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്ഷതം വരാത്ത ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, മലയാളം മറക്കുന്നതായിട്ട് ഒരുപാട് കാണുന്നുണ്ട്. വിദേശത്ത് പോകുന്നവരുണ്ടെങ്കിൽ അടുത്ത തലമുറയെ തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷ മറക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഷെയർ ചെയ്യാനുള്ളത്. ഒരു സിനിമയ്ക്കോ ഒരു പുസ്തകത്തിനോ ഒരു ഗാനത്തിനോ അല്ല എനിക്ക് ഈ പുരസ്കാരം തന്നിരിക്കുന്നത്. ഭാഷാ കേസരി പുരസ്കാരം എന്നാണ് ഇതിൻ്റെ പേര്. 11ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ കവിത കുന്നും കുഴിയും എഴുതിയത്. 11ാമത്തെ വയസ്സ്. ഞാൻ ഈ വർഷം 86ാം വയസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 75 വർഷമാണ് ഞാൻ സാഹിത്യത്തിൽ ജീവിച്ചത്. സാഹിത്യത്തിനും സിനിമയ്ക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് എൻ്റെ ജീവിതം. സാഹിത്യത്തിൽ മാത്രമല്ല, സിനിമയിലും എൻ്റെ സുഹൃത്ത് സോഹൻ റോയ് എനിക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. ഇന്ന് മലയാള സിനിമയുടെ ഡെവലപ്മെൻറ്റ്സ് പോലെ തന്നെ ഇപ്പോൾ AI കാലമാണ്. സിനിമ വല്ലാതെ ഡെവലപ്പ് ചെയ്തു പോയി. അതുപോലെ കവിതയും ഡെവലപ്പ് ചെയ്തിട്ട് കവിതയുടെ ഏറ്റവും വലിയ രൂപം ഉണ്ടാക്കിയ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോഹൻ റോയ് ആണ്.